പണം ചെലവാക്കി ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ടോ? എനിക്ക് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സാധനം വാങ്ങി ചിലവാക്കിയാൽ നാളെ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എൻ്റെ പൈസ പോയല്ലോ. നമുക്ക് വളരെ ആവശ്യമുള്ള സാധനം തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാകുക. പക്ഷെ എന്നാലും നമുക്കൊരു സങ്കടമാണ്. ഇപ്പോൾ ഒരു പച്ചക്കറി വാങ്ങുന്നു, അയ്യോ പച്ചക്കറിക്ക് ഇത്രയും പൈസ ഞാൻ കൊടുത്തല്ലോ. അങ്ങനെ സങ്കടപ്പെടുന്നവരാണ് കൂടുതൽ ആൾക്കാരും, അല്ലേ? പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത്. പൈസ നമ്മൾ ചിലവാക്കുമ്പോഴും അത് കിട്ടുമ്പോൾ എത്രത്തോളം നമ്മൾ സന്തോഷിക്കുന്നു, അതുപോലെ പൈസ ചിലവാക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. എങ്ങനെ സന്തോഷിക്കുക? ഒരു പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, ദൈവമേ, ഇന്ന് ഈ സാധനം വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടല്ലോ, എനിക്കിത് വാങ്ങാൻ കഴിഞ്ഞല്ലോ. ഞാനൊരു പച്ചക്കറി വാങ്ങുന്നു, പച്ചക്കറി വാങ്ങാൻ എനിക്ക് കഴിഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ വാങ്ങിയത്. അപ്പോൾ എൻ്റെ എത്രയും പ്രിയപ്പെട്ട പൈസയെ നീ അവിടെ പോയി അവിടെയുള്ള നിൻ്റെ സുഹൃത്തുക്കളായ വേറെ പൈസയെ കൂടി കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം, നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ പൈസ ചിലവാക്കാൻ. സന്തോഷത്തോടുകൂടി പൈസ ചിലവാക്കണം. അതിനർത്ഥം നമ്മൾ തോന്നിയ പോലെ അനാവശ്യ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കണമെന്നല്ല. ചിലവാക്കുന്നതിന് മുമ്പ് അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം വേണം ഒരു സാധനം വാങ്ങാൻ. ഓക്കെ, ബൈ.